ചുകു ചുകു
പാട്ടുപാടി നൃത്തമാടി വരും ടീച്ചർ. എന്റെ ടീച്ചർ ഇതാണ് എന്റെ 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 ടീച്ചർ. ഒരു മരം ഇരുമരം ചാടും കുരങ്ങനെ കാണാൻ എന്തു രസമാ. ഒരു മരം ഇരുമരം ചാടും കുരങ്ങനെ കാണാൻ എന്തു രസമാ. ചില്ലത്തോറും ചാഞ്ചാടി കളിക്കും നല്ല നല്ല പഴങ്ങളോ കഴിക്കും. ഈ കുരങ്ങനെ കാണാൻ എന്തു രസമാ. കുട്ടിക്കുരങ്ങനെ കാണാൻ എന്തു രസമാ. ഒരു മരം ഇരുമരം ചാടും കുരങ്ങനെ കാണാൻ എന്തു രസമാ. ഞാനെറിഞ്ഞാൽ അവൻ തിരിച്ചറിയും. ഞാനൊന്ന് ചൊറിഞ്ഞാൽ അവൻ ചൊറിയും. മുഷ്ടി രണ്ടും ചുരുട്ടും മുഖം പൊട്ടിച്ചിരിക്കും. വാല് കൊണ്ട് മുന്നിലൊരു വട്ടം വരയ്ക്കും. മുട്ടി രണ്ടും ചുരുട്ടും മുഖം പൊട്ടിച്ചിരിക്കും. വാല് കൊണ്ട് മുന്നിലൊരു വട്ടം വരയ്ക്കും. ഒരു മരം ഇരുമരം ചാടും കുരങ്ങനെ കാണാൻ എന്തു രസമാ. പേര് ചോദിച്ചാൽ അവൻ പറയുകില്ല. വീട്ടിലേക്ക് വിളിച്ചാൽ വരുകയില്ല. പേര് ചോദിച്ചാൽ അവൻ പറയുകില്ല. വീട്ടിലേക്ക് വിളിച്ചാൽ വരുകയില്ല. മിഠായി ഞാൻ കൊടുക്കും അവൻ വന്നതെടുക്കും. ഇഷ്ടമെന്നും മനസ്സിൽ നിറച്ചു വയ്ക്കും. മിഠായി ഞാൻ കൊടുക്കും അവൻ വന്നതെടുക്കും. ഇഷ്ടമെന്നും മനസ്സിൽ നിറച്ചു വയ്ക്കും. ഒരു മരം ഇരുമരം ചാടും കുരങ്ങനെ കാണാൻ എന്തു രസമാ. ഒരു മരം ഇരുമരം ചാടും കുരങ്ങനെ കാണാൻ എന്തു രസമാ. ചില്ലത്തോറും ചാഞ്ചാടി കളിക്കും നല്ല നല്ല പഴങ്ങളോ കഴിക്കും. കുരങ്ങനെ കാണാൻ എന്തു രസമാ. കുട്ടിക്കുരങ്ങനെ കാണാൻ എന്തു രസമാ. ഒരു മരം ഇരുമരം ചാടും കുരങ്ങനെ കാണാൻ എന്തു
നിനക്ക് മൃഗങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മൃഗം ഏതാണ്? എനിക്കോ? എനിക്ക് മുയൽ. നിനക്കോ? എനിക്കിതാ ഈ കുരങ്ങൻ. മുത്തശ്ശിയോട് നമുക്കിന്ന് കുരങ്ങന്റെ ഒരു കഥ പറഞ്ഞു തരാൻ പറഞ്ഞാലോ? എന്നാൽ വാ മുത്തശ്ശി, ഇന്ന് ഞങ്ങൾക്കൊരു കുരങ്ങന്റെ കഥ പറഞ്ഞു തരുമോ? അതിനെന്താ, വാ ഇവിടെ ഇരിക്കേ. പണ്ടൊരു കാട്ടിൽ സൂത്രക്കാരനായ ഒരു കുരങ്ങനുണ്ടായിരുന്നു. ഒരു ദിവസം അവൻ കാട്ടിലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു. പെട്ടെന്നാണ് അവൻ ഉറക്കെ നിലവിളിച്ചത്. കാര്യം വേറൊന്നല്ല, കാലിലൊരു മുള്ളു തറച്ചതാണ്. കരടിക്കുട്ടാ, എന്നെ ഒന്ന് സഹായിക്കാമോ? എന്റെ കാലിൽ ഒരു മുള്ളു തറച്ചിരിക്കുന്നു, അതൊന്ന് എടുത്ത് കളയാമോ? കുരങ്ങന്റെ ദയനീയമായ ചോദ്യം കേട്ട് പാവം തോന്നിയ കരടി വേഗം തന്നെ ആ മുള്ളെടുത്ത് ദൂരെ വലിച്ചെറിഞ്ഞു കളഞ്ഞു. മുള്ളെടുത്ത് കളഞ്ഞതും കുരങ്ങന്റെ സ്വഭാവം മാറി. നിങ്ങൾ എന്തിനാണ് എന്റെ കാലിൽ നിന്നെടുത്ത മുള്ളു വലിച്ചെറിഞ്ഞത്? ആ മുള്ളുകൊണ്ട് എന്ത് കാര്യമാ ഉള്ളത്? എനിക്കതുകൊണ്ട് ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്റെ കാലിലെ മുള്ളെന്തിനാ എന്നോട് ചോദിക്കാതെ കളഞ്ഞത്? കരടി എന്ത് പറഞ്ഞിട്ടും കുരങ്ങൻ കൂട്ടാക്കിയില്ല. എന്റെ മുള്ള് എനിക്ക് തന്നില്ലെങ്കിൽ നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല. പാവം കരടി ശരിക്കും കുടുങ്ങിപ്പോയി. മുള്ളു വലിച്ചെറിഞ്ഞ കാട്ടിൽ നിന്ന് എങ്ങനെ എടുത്തു കൊടുക്കും? ശരി, നിനക്ക് ഞാൻ വേറൊരു മുള്ളെടുത്തു തരാം. അതൊന്നും പറ്റില്ല, എനിക്ക് എന്റെ കാലിൽ നിന്ന് എടുത്ത മുള്ളു തന്നെ വേണം. എന്നാൽ പിന്നെ മുള്ളിന് പകരം ഞാനൊരു മാമ്പഴം തരാം. എന്താ? മാമ്പഴമോ? ഇവനൊരു മണ്ടൻ തന്നെ. ആ മുള്ളായിരുന്നു എനിക്ക് വേണ്ടത്. പോട്ടെ, മാമ്പഴമെങ്കിൽ മാമ്പഴം താ. കുരങ്ങൻ മാമ്പഴം വാങ്ങി അവിടെ നിന്നും നടന്നു. അപ്പോഴേക്കും രാത്രിയായിരുന്നു. കുരങ്ങൻ നടന്ന് കൊച്ചിന്റെ വീടിന് മുന്നിലെത്തി. അല്ല, ആരിത്? എന്താ ഈ രാത്രിയിൽ വിശേഷിച്ച്? പുറത്ത് നല്ല തണുപ്പ്. ഇന്ന് രാത്രി ഞാനിവിടെ ഒന്ന് കിടന്നോട്ടെ. അതിനെന്താ, വാ അകത്തേക്ക് കേറ്. എന്താ, എന്തു പറ്റി? എന്റെ കയ്യിലെ ഈ മാമ്പഴം ഞാൻ എവിടെയാണ് വെക്കുക? ഓ, അതാണോ? അതാ മേശയിലുള്ള പാത്രത്തിൽ വെച്ചോളൂ. എല്ലാവരും ഉറങ്ങാൻ കിടന്നു. വീട്ടിലെല്ലാരും ഉറങ്ങിയെന്ന് ഉറപ്പായതും കുരങ്ങൻ ആരും കാണാതെ മാമ്പഴം എടുത്തു കഴിച്ചു. എന്നിട്ട് ഉറക്കെ നിലവിളിച്ചു, അയ്യോ, എന്റെ മാമ്പഴം ആരോ എടുത്തു കഴിച്ചു. എനിക്ക് എന്റെ മാമ്പഴം വേണം, ഇപ്പൊ വേണം. കുരങ്ങന്റെ നിലവിളി കേട്ടാണ് ഒച്ചമാവൻ ഉറക്കമുണർന്നത്. നീ ഇങ്ങനെ കരയാതെ, നിനക്ക് ഞാൻ വേറൊരു മാമ്പഴം തരാം. അതൊന്നും പറഞ്ഞാ പറ്റില്ല, എനിക്ക് എന്റെ മാമ്പഴം തന്നെ വേണം. അത് പഴുത്തു തുടുത്ത നല്ല മധുരമുള്ള മാമ്പഴമായിരുന്നു. മധുരമുള്ള മാമ്പഴമാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? നീ അത് കഴിച്ചു നോക്കിയിരുന്നോ? ഇല്ലില്ല, അത് പിന്നെ കണ്ടാൽ അറിഞ്ഞൂടെ നല്ല മധുരമുണ്ടെന്ന്. ഒരു കാര്യം ചെയ്, ആ മൂലയിൽ ഒരു വലിയ ചക്കയുണ്ട്. നീ മാമ്പഴത്തിന് പകരം അതുകൊണ്ട് പോയിക്കോ. ചക്കയോ? ഇവനൊരു മണ്ടൻ തന്നെ. മാമ്പഴമായിരുന്നു എനിക്ക് വേണ്ടത്. ആ ചക്കയെങ്കിൽ ചക്ക താ. കുരങ്ങൻ ചക്കയും വാങ്ങി തലയിൽ വെച്ച് അവിടെ നിന്നും നടന്നു. കുരങ്ങൻ നടന്ന് കുറുക്കന്റെ വീടിന്റെ മുന്നിലെത്തി. അവിടെയും രാത്രി കിടന്നുറങ്ങുന്നതിന് അനുമതി ചോദിച്ചു. കുരങ്ങനെ കണ്ടാൽ ആർക്കും പാവം തോന്നുമല്ലോ. ആ കുറുക്കൻ അവന് സമ്മതം നൽകി. ഈ ചക്ക ഞാൻ എവിടെ സൂക്ഷിക്കും? അതെടുത്ത് കഴിക്കാൻ ആരും ഇവിടെ ഇല്ല. അവിടെ അതാ ടേബിളിൽ വെച്ചേക്ക്. ഇനി എന്താണ് ഉണ്ടായതെന്നറിയോ? രാത്രിയിൽ തന്ത്രത്തിൽ കുരങ്ങൻ ചക്ക അകത്താക്കി. പതിവ് പോലെ കുരങ്ങൻ അതിരാവിലെ ഉണർന്ന് ആ കുറുക്കനോട് പറഞ്ഞു, നിങ്ങൾ ചെയ്തു തന്ന ഉപകാരത്തിന് വളരെ നന്ദിയുണ്ട്. ഞാനൊരു കാര്യം മറന്നു. എന്റെ ചക്ക
ഓ, ഞാനും അത് മറന്നു. നിൽക്കൂ, ഞാൻ അത് എടുത്തു കൊണ്ടുവരാം. ഇതും പറഞ്ഞ് കുറുക്കൻ അകത്തേക്ക് പോയി. കുറുക്കൻ അകത്ത് ചെന്ന് നോക്കിയപ്പോൾ ചക്ക വെച്ച സ്ഥലത്ത് ചക്കയില്ല. പകരം ചക്കയുടെ തോട് മാത്രമായിരുന്നു കണ്ടത്. അയ്യോ, എന്റെ ചക്ക ഇവരെല്ലാം തിന്നോ? എന്തിനധികം പറയുന്നു, അവിടെ നിന്നും അതിനേക്കാൾ വലിയൊരു തണ്ണിമത്തൻ തരപ്പെടുത്തിയാണ് ആ സൂത്രക്കാരൻ മടങ്ങിയത്. അടുത്ത ദിവസം കുരങ്ങൻ പോയത് ഒരു മുയലിന്റെ വീട്ടിലേക്കായിരുന്നു. പതിവ് പോലെ തണ്ണിമത്തൻ വെക്കാനുള്ള സ്ഥലം ചോദിച്ചു. തണ്ണിമത്തൻ ആ സോഫയുടെ സൈഡിൽ വെച്ച് നിങ്ങൾ സോഫയിൽ കിടന്നുറങ്ങിക്കോളൂ. ഇത് കേട്ട കുരങ്ങൻ സോഫയുടെ സൈഡിൽ തണ്ണീർമത്തൻ വെച്ച് സോഫയിൽ കിടന്നു. പാതിരായായതും പതിവ് പോലെ കള്ളക്കുരങ്ങൻ ആരും അറിയാതെ തണ്ണീർമത്തൻ ശാപ്പിട്ടു. നേരം വെളുത്തതും ഉണർന്നെണീറ്റ കുരങ്ങൻ തന്റെ സ്ഥിരം സൂത്രം പ്രയോഗിച്ചു. നഷ്ടപ്പെട്ട തണ്ണീർമത്തന് പകരം ഒരു ചാക്ക് ക്യാരറ്റ് വേണമെന്ന് കുരങ്ങൻ പറഞ്ഞു. നീ ഇവിടെ നിൽക്കൂ, ക്യാരറ്റ് ഒരു ചാക്കിലാക്കി ഞാൻ ഇപ്പൊ കൊണ്ടുവന്ന് തരാം. ഇത് കേട്ട കുരങ്ങൻ കൊതിയോടെ തലയാട്ടി. അല്പസമയത്തിനുള്ളിൽ ഈയൊരു ചാക്കുകെട്ടുമായി മുയൽ തിരിച്ചെത്തി. ഇതാ നീ ആവശ്യപ്പെട്ട പോലെ ഒരു ചാക്ക് നിറയെ ക്യാരറ്റ് ഞാൻ തരുന്നു, കൊണ്ടുപോയിക്കോളൂ. പക്ഷേ ദുഷ്ടനായ നീ ഒന്നോർത്തോ, നിനക്ക് ഇതിന് തക്കതായ പ്രതിഫലം കിട്ടും, ഉടനെ കിട്ടും. കുരങ്ങൻ അതൊന്നും ചെവി കൊള്ളാതെ ആ ചാക്കുകെട്ടും തലയിലേക്ക് പുറപ്പെട്ടു. ആരുമില്ലാത്ത ഒരിടത്തെത്തിയപ്പോൾ അവൻ ചാക്കുകെട്ട് താഴ്ത്തി വെച്ച് അതഴിക്കാൻ തുടങ്ങി. ചാക്ക് അഴിച്ചു തീർന്നില്ല. അതിനു മുൻപേ ചാക്കിനുള്ളിൽ നിന്നും ഒരു ഉഗ്ര വിഷമുള്ള പാമ്പ് പുറത്തേക്ക് വന്നു. മുയലിന്റെ സുഹൃത്തായ പാമ്പായിരുന്നു അത്. അവൻ അവന്റെ ജീവനും കൊണ്ടോടി. എങ്ങനെയൊക്കെയോ ഒരു വിധത്തിലാണ് കുരങ്ങൻ പാമ്പിന്റെ കടി കൊള്ളാതെ രക്ഷപ്പെട്ടത്. എന്തായാലും അതോടുകൂടി കള്ളക്കുരങ്ങൻ തന്റെ കുതന്ത്രങ്ങളെല്ലാം നിർത്തി മര്യാദക്കാരനായി. ഇന്ന് മുത്തശ്ശി 2 എലികളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ 2 എലികൾ താമസിച്ചിരുന്നു. ഇവർക്ക് 7 മക്കളായിരുന്നു. പേരെയും പൊന്നുപോലെ നോക്കുകയായിരുന്നു നമ്മുടെ എലികൾ. അങ്ങനെ അവർ സന്തോഷത്തോടെ അവിടെ കഴിഞ്ഞു പോന്നു. ഒരു ദിവസം, കുട്ടികളെ, അച്ഛനും അമ്മയും പുറത്തു പോയി ഭക്ഷണം എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കിയിട്ട് വരാം. അതുവരെ വികൃതി ഒന്നും കാട്ടാതെ നല്ല കുട്ടികളായി ഇരിക്കണം. അച്ഛനും അമ്മയും അല്ലാതെ ആര് വന്നാലും വാതിൽ തുറക്കരുത്, കേട്ടല്ലോ? ശരി അമ്മേ. അമ്മ എനിക്ക് വരുമ്പോൾ മുന്തിരി കൊണ്ടുവരണേ. നോക്കട്ടെ, കിട്ടുവാണെങ്കിൽ കൊണ്ടുവരാം. അങ്ങനെ അവർ കുട്ടികളെ വീട്ടിലാക്കി ഭക്ഷണം അന്വേഷിച്ച് യാത്ര പുറപ്പെട്ടു. ഓ, ക്ഷീണിച്ചു. ഒരാഴ്ചയിലേക്കുള്ളതായില്ലേ, ഇനി വീട്ടിലേക്ക് പോകാം. ഇളയവൻ മുന്തിരി വേണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ചപ്പുറത്ത് ഒരു തോട്ടമുണ്ട്, നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം. വരൂ. അങ്ങനെ അവർ മുന്തിരിത്തോട്ടം ലക്ഷ്യമാക്കി നടന്നു. അപ്പോഴാണ് അതുവഴി ഒരു മുയൽ നടന്നു വന്നത്. അല്ല, ആരിത്? 2 പേരും കൂടി ഇതെങ്ങോട്ടാ? മക്കൾക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ ഇറങ്ങിയതാ. നീ എവിടെ പോയതാ? ആണോ? എന്നാൽ എന്റെ വക ഒരു സഞ്ചി ക്യാരറ്റ് ഇരിക്കട്ടെ. ഞങ്ങളുടെ തോട്ടത്തിൽ ഇന്ന് വിളവെടുപ്പായിരുന്നു. നിങ്ങൾ ഇനി എങ്ങോട്ടാ? ഇളയവന് കുറച്ച് മുന്തിരി വേണമെന്ന് പറഞ്ഞിരുന്നു. കുറച്ചപ്പുറത്ത് ഒരു തോട്ടമുണ്ടല്ലോ, അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചു. ആണോ? എന്നാൽ സൂക്ഷിക്കണേ, ആ തോട്ടത്തിലെ കാവൽക്കാരൻ ആ കള്ള കുറുക്കനാ. അവന്റെ കണ്ണിൽ പെടാൻ നിൽക്കണ്ട. ഞാൻ അവനെ പേടിച്ച് അപ്പുറത്തെ വയലിലൂടെയാണ് വന്നത്. ആണോ? എന്നാൽ നമുക്ക് തിരിച്ചു പോകാം, അതാണ് നല്ലത്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, അവൻ മുന്തിരിക്ക് വേണ്ടി കുറെ ആയി പറയുന്നു. എന്തായാലും ഈ വഴി പോകണ്ട, അവൻ മുന്നിൽ തന്നെ കാണും. ഞാൻ വന്ന വഴി പോയാൽ തോട്ടത്തിന്റെ പുറകുവശം എത്തും. അവിടെ നിന്നും നിങ്ങൾക്ക് മുന്തിരി ശേഖരിക്കാം. ഇതും പറഞ്ഞു മുയൽ വീട്ടിലേക്ക് നടന്നു. അവർ മുന്തിരിത്തോട്ടം ലക്ഷ്യമാക്കി നടന്നു.
പെട്ടെന്നാണ് എലികൾ കുറുക്കനെ കണ്ടത്. അയ്യോ കുറുക്കൻ, ഇനി എന്ത് ചെയ്യും? ഓടരുത്. ഓടിയാൽ അവൻ നമ്മളെ ഓടിച്ചിട്ട് പിടിക്കും. ബുദ്ധിപൂർവം കൈകാര്യം ചെയ്യണം. അല്ല, ആരിത്? കുറുക്കേട്ടനോ? ഞങ്ങൾ എത്ര നേരമായി അന്വേഷിച്ചു നടക്കുന്നുവെന്നോ? അല്ലേ? ഉം, ആ, 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 അതെ അതെ, ഇപ്പോഴെങ്കിലും കണ്ടത് നന്നായി. അല്ലേ ചേട്ടാ? ഇവരെന്തിനാണാവോ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്? എന്തിനാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ചത്? നിങ്ങളൊക്കെ സാധാരണ എന്നെ കണ്ടാൽ ഓടാറല്ലേ പതിവ്? ഓ, എന്ത് പറ്റി? അത് പിന്നെ ഞങ്ങൾക്ക് കുറുക്കേട്ടന്റെ ഒരു സഹായം വേണം. ഹഹഹ, എന്റെ സഹായമോ? വേദനിപ്പിക്കാതെ തട്ടണമെന്നാവും. ഹിഹി, അത് ഞാൻ ഏറ്റു. ഇതിലും ഭേദം അതാണ്. അതെന്ത് പറ്റി? അപ്പൊ സംഗതി സീരിയസ് ആണല്ലേ? അതെ, ഞങ്ങൾ കുറെ കാലം ഒന്നിച്ച് ജീവിച്ചു. ഇനി വയ്യ, മടുത്തു. അതുകൊണ്ട് ഞങ്ങൾ പിരിയാൻ തീരുമാനിച്ചു. ഇങ്ങേരുടെ കൂടെ ഇനി ഒരു ദിവസം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ശരി ശരി, എന്നിട്ടും നിങ്ങൾ ഒരുമിച്ചാണല്ലോ ഇപ്പോഴും നടപ്പ്. എല്ലാം കൂടി അങ്ങോട്ട് ചേരുന്നില്ലല്ലോ. അത് പിന്നെ മക്കളെ നോക്കണ്ടേ? അവർക്ക് വേണ്ടി ഭക്ഷണം ശേഖരിക്കാൻ വന്നതാണ് ഞങ്ങൾ. കൂടെ കുറുക്കേട്ടനെയും ഒന്ന് കണ്ട് സംസാരിക്കാമെന്ന് കരുതി. എന്നാൽ പറ, എന്താ നിങ്ങളുടെ പ്രശ്നം? ചേട്ടനറിയാലോ, ഞങ്ങൾക്കാകെ 7 മക്കളാണുള്ളത്. അതിൽ 4 പേരെ എനിക്കും 3 പേരെ ഇവൾക്കും എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. അത് പറ്റില്ലത്രേ. അവൾക്ക് 4 പേരും വേണമെന്ന്. ഈ തർക്കം തീർക്കാനാണ് ഞങ്ങൾ കുറുക്കേട്ടനെ തിരഞ്ഞു വന്നത്. അതെങ്ങനെ? അമ്മക്കല്ലേ മക്കളിൽ കൂടുതൽ അവകാശം. എനിക്ക് 4 പേരെയും വേണം. കുറുക്കേട്ടൻ തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം. അതെങ്ങനെ ശരിയാകാനാണ്? നമ്മൾ ആണുങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്. കുറുക്കേട്ടൻ പറ. കുറുക്കേട്ടൻ കാട്ടിലെ വിവരമുള്ള ആളല്ലേ. ഈ തർക്കം എങ്ങനെയെങ്കിലും തീർത്തു തരണം. കുറുക്കൻ ഇത് കേട്ട് ആകെ കുഴങ്ങി. ഇതെന്തു ചെയ്യുമെന്ന് കരുതി നിൽക്കുമ്പോൾ എലിയച്ചൻ വീണ്ടും പറഞ്ഞു, കുറുക്കേട്ടാ, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ മാളത്തിലേക്ക് പോകുന്നു. 7 കുട്ടികളോടും മര്യാദയ്ക്ക് അച്ഛന്റെ കൂടെ വരാൻ പറയുന്നു. എന്നിട്ട്? അപ്പോ അവർ അച്ഛന്റെ കൂടെ വരില്ലെന്ന് പറയുന്നു. അപ്പോ ഒരു തീരുമാനമാവില്ലേ? അതൊന്നും വേണ്ട. ഇനി ഞാൻ പറയാം. എനിക്ക് നിങ്ങളുടെ മാളത്തിൽ പോയി എല്ലാ കുട്ടികളെയും കാണണം. അവരെ കണ്ടിട്ട് ഞാൻ തീരുമാനിക്കും എങ്ങനെ വീതം വെക്കണമെന്ന്. 2 മുതിർന്ന മുയലുകളും 7 മുയൽക്കുട്ടികളും. എന്തായാലും ഇന്നത്തെ കണി കൊള്ളാം. നല്ല കുശാലായ സദ്യ. അങ്ങനെ കുറുക്കൻ എലിയുടെ കൂടെ പുറപ്പെട്ടു. അങ്ങനെ അവ എലിയുടെ വീടിനടുത്തെത്തി. നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്ക്. അമ്മയായ ഞാൻ ആദ്യം പോയി മക്കളെ കണ്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് വരാം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? അച്ഛനായ ഞാനാദ്യം പോകും. അല്ല, ഞാൻ പോകും. അല്ല, ഞാനാദ്യം പോകും. ഓ, നിങ്ങൾ ഇങ്ങനെ ആവശ്യമില്ലാതെ വഴക്കുണ്ടാക്കാതെ. ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പിരിയുന്നത് തന്നെയാണ് നല്ലത്. ആദ്യം അമ്മ പോയി സംസാരിക്കട്ടെ. കുറുക്കനെയും എലിയച്ചനെയും പുറത്തു നിർത്തി എലിയമ്മ അകത്തേക്ക് പോയി. കുറെ നേരം കഴിഞ്ഞു, ആരും പുറത്തു വന്നില്ല. അപ്പോൾ എലിയച്ചൻ പറഞ്ഞു, ഇത് ചതിയാണ്. അവൾ മക്കളെ പറഞ്ഞു മയക്കുകയാണ്. ഇനി ചിലപ്പോൾ അവർ പുറത്തു വരുമ്പോൾ അമ്മ മതിയെന്ന് പറയും. അല്ലെങ്കിലും ഈ സ്ത്രീകൾ ഭയങ്കര സൂത്രക്കാരാണ്. ഞാൻ പോയി നോക്കിയിട്ട് വരാം. കുറുക്കനും അത് ശരിയാണെന്ന് തോന്നി. അവൻ മുയലച്ചനെ അകത്തു പോകാൻ സമ്മതിച്ചു. എലിയച്ചൻ വേഗം വീടിനകത്ത് കയറി വാതിലടച്ചു. കുറുക്കൻ പുറത്തു കാത്തുനിന്നു. നേരം കുറെ കഴിഞ്ഞിട്ടും ആരെയും പുറത്തു കാണുന്നില്ല. കുറുക്കൻ ഉറക്കെ വിളിച്ചു ചോദിച്ചു, അല്ല, എന്തായി കാര്യങ്ങൾ? നിങ്ങൾ വേഗം പുറത്തു വരണം. എനിക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. അപ്പോൾ മാളത്തിനകത്ത് നിന്ന് മുയലച്ചൻ വിളിച്ചു പറഞ്ഞു, വളരെ നന്ദിയുണ്ട് കുറുക്കേട്ടാ. കുറുക്കേട്ടനെ കണ്ടതോടെ ഞങ്ങളുടെ വഴക്ക് തീർന്നു. ഇനി കുറുക്കേട്ടൻ കാത്തു നിൽക്കേണ്ട, തിരികെ പൊയ്ക്കോളൂ. ഇളിഭ്യനായ കുറുക്കൻ വേറെ ഇരയും തേടി പുറപ്പെട്ടു.